ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കോളേജിലെ ഓണം സെലിബ്രേഷന് ശേഷം ഞാൻ എൻ്റെ നാട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ ഫാമിലി ആയിട്ട് ഓണം കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉത്രാടത്തലേന്ന് അച്ഛനും അമ്മയും ഞാനും കൂടെ ഇരുന്ന് പൂക്കളത്തിന് വേണ്ട പൂവും പച്ചക്കറി, സദ്യയ്ക്ക് വേണ്ട പച്ചക്കറികളൊക്കെ തലേന്നേ ഇരുന്ന് ഒരുക്കുകയാണ് കേട്ടോ. ഉത്രാടത്തിനന്ന് രാവിലെ തന്നെ ഞാനും അച്ഛനും എഴുന്നേറ്റിട്ട് നേരെ പൂക്കളം പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ എപ്പോഴും ഇങ്ങനെയാണ് ഓണം ആഘോഷിക്കുക. എൻ്റെ വീട്ടിൽ ഉത്രാടം ആഘോഷിക്കും, തിരുവോണം അച്ചാച്ചൻ്റെ അമ്മമ്മേൻ്റെ കൂടെ തറവാട്ടിൽ പോയിട്ട് ആഘോഷിക്കും. അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് ആണ് നമ്മുടെ വീട്ടിലെ മെയിൻ സദ്യയും പൂക്കളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അച്ചാച്ചനും അമ്മയൊക്കെ ഞങ്ങളുടെ അടുത്തോട്ട് വരും, ഞങ്ങളെല്ലാവരും കൂടെ ആഘോഷിക്കും. അങ്ങനെ കളറൊക്കെ വരച്ചു. ഓരോ കളത്തിലും ഏത് കളർ ഇടണം, ഏത് കളർ പൂ ഇടണം എന്നൊക്കെ ഞാനും അച്ഛനും കൂടി ഇരുന്ന് ആലോചിച്ച് അങ്ങനെ ഫൈനലി പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അകത്ത് അമ്മ കാര്യമായിട്ട് സദ്യ പരിപാടിയിലാണ് കേട്ടോ. രാവിലെ തന്നെ അമ്മമ്മ എത്തിയിട്ടുണ്ടായിരുന്നു. സോ അമ്മയും കൂടെ സദ്യ പരിപാടിയിലാണ്. ഞാനും അച്ഛനും കൂടെ പുറത്തിരുന്ന് പൂക്കളിടലാണ്. ഏട്ടൻ്റെ ഒരു മിസ്സിങ് ഉണ്ട്. ഏട്ടന് കമ്പനി ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഏട്ടൻ ഇന്ന് രാത്രി എത്തും. അതായത് തിരുവോണത്തിന് ഏട്ടൻ ഉണ്ടാവും, ഉത്രാടത്തിന് ഏട്ടൻ്റെ ഒരു മിസ്സിങ് ഉണ്ട്. ഒരു റൗണ്ട് പൂക്കൾ ഇട്ടപ്പോഴത്തേക്കും ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചു, കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതിരിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ ചെറിയ ചായയൊക്കെ കുടിച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഫൈനൽ റൗണ്ട് ആവാനായപ്പോഴത്തേക്ക് നെയ്യുമ്മ എത്തി. അപ്പോൾ അവളും കൂടി നമ്മളെല്ലാവരും കൂടെ ആ പൂക്കൾ ഫൈനൽ ചെയ്തു. രാവിലെ തന്നെ പായസം റെഡി ആയതുകൊണ്ട് കുറേ തേങ്ങാപ്പീര ബാക്കി ഉണ്ടായിരുന്നു. ഞങ്ങളത് ഉജാലയിലും കൂടെ മിക്സ് ചെയ്ത് നല്ലൊരു നീല കളറാക്കി നമ്മുടെ പൂക്കളത്തിൻ്റെ ബോർഡറായിട്ടും കൂടി അങ്ങോട്ട് കൊടുത്തു. എന്തായാലും ഫൈനൽ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഉത്രാട പൂക്കളം ഉണ്ടായിരുന്നത്. അങ്ങനെ പൂക്കളൊക്കെ ഇട്ട് അടുക്കളയിലോട്ട് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ പായസം റെഡി. ബാക്കിയുള്ള ഓരോരോ സദ്യ ഐറ്റംസൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനും നെയ്യും കൂടെ അതിനകത്ത് ഓരോരോ ഗ്ലാസ് പായസമൊക്കെ കുടിച്ച് പിന്നെ പോയി വാഴയില വെട്ടാൻ വേണ്ടി പോയി, ഉച്ചക്കത്തെ സദ്യക്കുള്ള ഇല എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സദ്യയുടെ ഇലയും കാര്യങ്ങളൊക്കെ പറിച്ച് മൊത്തത്തിൽ നമ്മളിങ്ങനെ ആലോചിക്കായിരുന്നു, കുറേ കാലമായി നമുക്ക് ഒന്ന് പ്രോപ്പറായിട്ടൊന്ന് ഓണം കൂടാൻ പറ്റിയിട്ട്. കാര്യം എന്തെങ്കിലുമൊക്കെ മരണവും കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമുക്കധികം ഓണം മിസ്സാവാറുണ്ട്. ആദ്യമായിട്ടാണ് രണ്ട് വീട്ടിലും ഒരുപോലെ ആഘോഷിക്കാൻ പറ്റുന്ന ഒരിത് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഓണം നമ്മൾ ഉഷാറാക്കി എന്ന് വേണം പറയാൻ. മാമിയൊക്കെ ആണെങ്കിലും ബാംഗ്ലൂരിൽ നിന്ന് വന്നു. എല്ലാവരും കൂടെ കൂടിയിട്ട് നല്ല ഉഷാറായിരുന്നു ഈ പ്രാവശ്യത്തെ ഓണം. പേഴ്സണലി ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ സദ്യ റെഡി. ഇങ്ങനെ ഓരോരോ വിഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മലബാർ സദ്യയാണ്. സോ നോൺ വെജ് ഉണ്ട്. അതുകൊണ്ട് ഇതിനെ സദ്യ എന്ന് പറയുമ്പോൾ അങ്ങനെ കറക്റ്റാണോ മീനിങ് എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങളുടെ സദ്യയിൽ നോൺ വെജ് ഐറ്റംസ് ഉണ്ട്. മലബാറിലല്ലാത്ത ഫ്രണ്ട്സിനോടൊക്കെ സദ്യക്കകത്ത് നോൺ വെജ് ഉണ്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു അതിശയമാണ്. പക്ഷേ നമുക്കതൊരു ശീലമാണല്ലോ. എന്തായാലും സദ്യയ്ക്ക് ശേഷം പായസവും പഴവും കൂടെ കൂട്ടി കഴിച്ചപ്പോൾ ആഹാ അടിപൊളിയായിരുന്നു. റെക്കോർഡ് ഷുഗറുള്ള എൻ്റെ അച്ചാച്ചനാണ് ഈ പായസവും പഴവും കൂട്ടി കഴിക്കുന്നത് കേട്ടോ. അച്ചാച്ചൻ എന്ത് ഷുഗർ! ഞാൻ അധികം ഇങ്ങനെ പായസവും പഴവും കൂട്ടി കുഴച്ച് കഴിക്കുന്ന ഒരാളല്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഓണം സെലിബ്രേഷന് കോളേജിൽ നിന്ന് എല്ലാവരും കൂടെ കഴിക്കുന്നത് കണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് വീട്ടിൽ നിന്ന് ഞാൻ കഴിച്ചു, കൊള്ളായിരുന്നു. അതിനുശേഷം ഞാനും മാമിയും നെയ്യും കൂടെ കാര്യമായിട്ട് അടുത്ത ദിവസം തിരുവോണത്തിനിടേണ്ട പൂക്കളം എങ്ങനെ വേണം, ഏത് രീതിക്ക് വേണം എന്നൊക്കെയുള്ള പ്ലാനിങ്ങിലായിരുന്നു. ഞങ്ങൾ പേപ്പറിലൊക്കെ വരച്ച് നോക്കി. കാര്യം ഞങ്ങൾക്ക് 3 പേർക്ക് വരയ്ക്കാൻ അറിയില്ല. അത്യാവശ്യം വരയ്ക്കാൻ പറ്റുന്ന പൂക്കളം വേണമല്ലോ സെലക്ട് ചെയ്യാൻ. എന്തായാലും ഫൈനൽ ഏതൊക്കെ പൂവൊക്കെ വേണമെന്ന് തീരുമാനിച്ച് ഞാനും മാമിയും കൂടെ ഇരുട്ടിക്ക് പോയി. അവിടെ എത്തിയപ്പോൾ നല്ല മഴയാണ്. കോട്ടക്കിട്ട് ഒരുവിധ സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പടിയൂർ അമ്മമ്മ അച്ചാച്ചൻ്റെ അടുത്തോട്ട് തന്നെ വന്ന സമയത്ത് ഇങ്ങനെ മെഹന്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും നെയ്യും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരീക്ഷണമായിരുന്നു. ഞാൻ നെയ്യിൻ്റെ കയ്യിലിട്ടു, നെയ്യ് എൻ്റെ കയ്യിലിട്ടു. എന്തായാലും ഫൈനലി മെഹന്തിയൊക്കെ ഇട്ട് വന്നിങ്ങനെയായിരുന്നു. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ നല്ല കളർ വന്നു കേട്ടോ. രാത്രിയായപ്പോൾ കൊണ്ടുവന്ന എല്ലാ പൂവും ഇരുന്ന് അരിഞ്ഞ് വൃത്തിയാക്കിയിട്ടാണ് ഞങ്ങൾ കിടന്നത്. പിന്നെ പൂക്കളും വരച്ചു വെച്ചു. രാവിലെ എഴുന്നേറ്റ് എല്ലാം കൂടെ നടക്കില്ല. അതുകൊണ്ട് എല്ലാവരും കൂടെ ഇരുന്ന് രാത്രി സെറ്റാക്കിയിട്ടാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ ബാക്കിയുള്ള തിരുവോണ വിശേഷങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.